ഭാനു ഡോക്ടറായിട്ട് വേണം എനിക്ക് കുറച്ചു ദിവസം അവളുടെ പേഷ്യന്റ് ആവാൻ. കൊള്ളാം, ഇത് വല്ലാത്തൊരാഗ്രഹമായി പോയല്ലോ. എന്നാ പിന്നെ ഭാരത്തിന്റെ ഡ്യൂട്ടിക്ക് എത്രത്തോളം പവർ ഉണ്ടെന്ന് നോക്കിയാലോ. ഒരു തല്ലുണ്ടാക്കിയ പോരെ. ഓടി അവിടുന്ന് ചുമ്മാ. ഒരു കാര്യം പറയാൻ മറന്നു. മോഹനമ്മാന്റെ മോളുടെ കല്യാണം വളരെ ഗംഭീരമായിട്ട് നടന്നെന്ന് ഞാൻ അറിഞ്ഞു. കേറ്ററിംഗ് എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു, അവൻ പറഞ്ഞത്. ആ നന്നായിരിക്കട്ടെ, അവരായി അവരുടെ പാടായി. ഇവിടെ നിന്നാരും പോവാത്തതിന്റെ പരിഭവം അവർക്കുണ്ടാവും അമ്മേ. അതിന് അവന്റെ പരിഭവം കാണാൻ നമ്മൾ പോകുന്നില്ലല്ലോ മായേ. എനിക്ക് ഈ കാര്യം സംസാരിക്കാൻ താല്പര്യമില്ല. അമ്മ, ഞാൻ പാചകമായിട്ട് ബന്ധപ്പെട്ടൊരു കേസായോണ്ട് പറഞ്ഞത്. എടി ഞാൻ എപ്പോഴാ റെഡിയാ? നിന്നെ ബസ് സ്റ്റാൻഡിൽ വിട്ടിട്ടാണ് എനിക്ക് പോവാൻ. എന്റെ കാല്. മോളെ, അറിയാലോ പരിചയമില്ലാത്ത സ്ഥലമാണ്. മക്കൾ അവിടെ നോക്കിയും കണ്ടും ഒക്കെ വേണം നിൽക്കാൻ. അതിന് ഞാൻ ഒറ്റയ്ക്കല്ലോ അമ്മേ, 7-8 പേരുണ്ട്, പിന്നെ ഡോക്ടേഴ്സും ഉണ്ട്. ശരി, എന്റെ മക്കള് പോയിട്ട് വാ. എന്നാ പിന്നെ പോവാം. പോട്ടെ അമ്മേ. സൂക്ഷിച്ചോണം കേട്ടോ. ശരി, ബൈ. പോണ കണ്ടില്ലേ? അവളുടെ സന്തോഷം കണ്ടില്ലേ അമ്മേ? ഈ സന്തോഷം കാണേണ്ടത് എന്റെ ഭാവനയായിരുന്നു. ഒരു ഡോക്ടർ ആവണമെന്നുള്ള ഭാനുവിന്റെ സ്വപ്നം നടക്കില്ല എന്ന് വന്നപ്പോ അന്ന് ഭാവന എടുത്ത തീരുമാനമായിരുന്നു ഇന്ന് ഭാനുവിനെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. ഈശ്വരൻ എന്റെ മക്കളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കട്ടെ. ഇനിയിപ്പോ പേടിക്കാനൊന്നും ഇല്ലല്ലോ അമ്മേ. കാശിന്റെ കാര്യത്തിലാ പല സ്റ്റുഡൻസിന്റെയും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ തകർന്നു പോകുന്നത്. ഇവിടെ സൂര്യ ഭാനുവിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും നേരത്തെ തന്നെ ചെയ്തില്ലേ? ഭാനു